കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് സ്മാർട്ട് ഫോൺ പ്രേമികളെ പോലും ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിട്ട് ഹുവാവി വന്നിട്ടുണ്ട്. ഹുവാവയുടെ P20 സീരീസിലുള്ള മൊബൈൽ ഫോൺസ് ലോഞ്ച് ആയിട്ടുണ്ട്. P20 ആൻഡ് P20 Pro. ഇപ്പോൾ നിലവിലുള്ള സ്മാർട്ട് ഫോണുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്യാമറ ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് എടുത്തു പറയുന്നത്. DxO മാർക്ക് അനുസരിച്ച് ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്ന സ്മാർട്ട് ഫോൺ സാംസങ് ഗാലക്സി S9യും അതിൻ്റെ തൊട്ട് പുറകെ ഉണ്ടായിരുന്ന Pixel 2, ആപ്പിൾ iPhone 10 എന്നീ മോഡലുകളെയും കടത്തിവെട്ടുന്ന പ്രകടനമാണ് ഹുവായിയുടെ ഈ P20 Pro എന്നീ ക്യാമറകൾക്ക് അവകാശപ്പെടാൻ സാധിക്കാം. DxO മാർക്ക് അനുസരിച്ച് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് P20 Pro ആണ്. അതിന് കൊടുത്തിരിക്കുന്ന DxO മാർക്ക് 109 ആണ്. തൊട്ട് പുറകിൽ P20 ഉണ്ട്. P20ക്ക് 102 ആണ് DxO മാർക്കിൽ അവർ കൊടുത്തിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്യാമറ മറ്റ് ഫോണുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതുവരെ ലോകത്ത് വരാത്ത ഒരു സംഭവം കൂടി ഈ ഒരു P20 Pro മൊബൈൽ ഫോണിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ടാണ് ഒരു ഫോണിന് 3 ബാക്ക് ക്യാമറാസ് ഒന്നിച്ച് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഡ്യുവൽ ക്യാമറാസ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ട്രിപ്പിൾ ക്യാമറയായിട്ടാണ് P20 Pro വന്നിട്ടുള്ളത്. ഈ 3 ക്യാമറയിൽ ആദ്യത്തെ ക്യാമറ 40 മെഗാ പിക്സലും, സെക്കൻഡ് ക്യാമറ 20 മെഗാ പിക്സലും, തേർഡ് ക്യാമറ 8 മെഗാ പിക്സലാണ് വരുന്നത്. 8 മെഗാ പിക്സലിൻ്റെ ക്യാമറ ടെലിഫോട്ടോ ആണ്, അതായത് സൂം ലെൻസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 24 മെഗാ പിക്സലാണ്. ഈ ഒരു ക്യാമറയുടെ പ്രവർത്തനം തന്നെയാണ് DxO മാർക്കിൽ ബെസ്റ്റ് ക്യാമറ ക്വാളിറ്റീസിൽ മറ്റ് മൊബൈൽസ് ഇപ്പം നിലവിലുള്ള സാംസങ് S9യും ഒക്കെ കടത്തിവെട്ടുന്ന ഒരു വമ്പൻ മാർക്കായിട്ട് ഇവർ മുന്നിൽ വരാനുള്ള പ്രധാന കാരണം. നമുക്കിനി P20 Proൻ്റെ മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബാറ്ററി ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റോറേജ് ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് അറിയണം, ഇതിൻ്റെ ഡിസ്പ്ലേ ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയണം, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് അറിയണം. ആൻഡ്രോയിഡ് ഓറിയോയിൽ പ്രവർത്തിക്കുന്ന EMUI 8.1 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ ഫോണിന് ഉള്ളത്. ഇതിന് 6.1 ഇഞ്ചിൻ്റെ OLED ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ ഉള്ളത്. ഇതിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെയധികം ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ക്യാമറയിൽ നമ്മളെടുക്കുന്ന ഫോട്ടോസിൽ പോലും പല കാര്യങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യാനും സെറ്റിങ്സിൽ ചേഞ്ചസ് വരുത്താനും ഒക്കെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വലിയ ഒരു പ്രവർത്തനം ഉള്ളിൽ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫേസ് അൺലോക്ക് ഓപ്ഷൻ നമ്മുടെ iPhone 10ലാണ് അത് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഈ അൺലോക്ക് 0.6 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ വളരെ ഫാസ്റ്റായിട്ട് അൺലോക്ക് ചെയ്യാൻ പറ്റും. അതും 360 ഡിഗ്രിയിൽ, അത് ഫോൺ എവിടെ നിന്ന് പിടിച്ചാലും നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഓപ്ഷൻ കൂടി P20 Proനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. ഇതിന് 6GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ് അവകാശപ്പെടാൻ സാധിക്കുന്നത്. ബാറ്ററിനെ കുറിച്ച് പറയുമ്പോൾ 4000 mAhൻ്റെ ബാറ്ററിയാണ് P20 Proയ്ക്ക് ഉള്ളത്. അതിൽ നമ്മളൊരു ഹാഫ് ആൻ അവറിൽ ചാർജ് ഇടുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് 58% വരെ ഈ അരമണിക്കൂറിൻ്റെ ചാർജ് കയറാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ ഏകദേശം എത്ര റേറ്റ് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ അത് അവതരിപ്പിച്ചിട്ടുള്ളത് 899 യൂറോയിലാണ്. അപ്പോൾ 899 യൂറോ എന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 72,350 ആ ഒരു റേഞ്ച്, അതായത് 72,000-നും 73,000 ഇടയിലുള്ള ഒരു പ്രൈസ് റേഞ്ചാണ് വരുന്നത്. അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ വിലയിൽ തന്നെയാണോ അവതരിപ്പിക്കുക, അതിൽ നിന്ന് കൂടുകയോ കുറയോ എന്നുള്ളതൊന്നും നമുക്ക് കൺഫേം ചെയ്യാനായിട്ടില്ല. സ്മാർട്ട് ഫോൺ വിപണിക്ക് അല്ലെങ്കിൽ ക്യാമറ ഫോണുകൾക്ക് ഭ്രമം നഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകളും ക്യാമറ ഫോണുകളും ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഇന്ത്യയിലേക്ക് ഇത് വരുമ്പോൾ നമ്മുടെ മാർക്കറ്റിൽ എല്ലാവരും സ്വീകരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഹുവായിക്ക് ഉണ്ട്. അപ്പോൾ ഹുവാവയുടെ ഈ ഫോൺ എത്രയും പെട്ടെന്ന് ഇന്ത്യയിൽ എത്തട്ടെ, അതിൻ്റെ റേറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എനിവേസ്, ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ, ബൈ.